ഇപ്പോൾ സമയം രാവിലെ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ച് ഗ്രീൻ പീസിൻ്റെ കറിയാണ് വെക്കാമെന്നുള്ളത്. അപ്പോൾ ബാങ്കും കൊടുത്തിട്ടില്ല. അപ്പോൾ കറി പിന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് നിസ്കരിക്കാനായിട്ട് പോകുന്നത്. കാരണം നിസ്കരിച്ചൊക്കെ വരുമ്പോഴേക്കും എന്തായാലും വിസിൽ പോകുള്ളൂ. എന്തായാലും പട്ടാണി അതിനുകൊണ്ട് ഇവിടെ നല്ലോണം വേവണം കേട്ടോ. അപ്പോൾ ഒരു 8-9 വിസിൽ വന്നാലേ ഓഫ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കൊരു 8 വിസിൽ വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ രാവിലെ നടക്കാനായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പം രാവിലെ നടക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 5:45 നമ്മൾ 5:30 പോകും, എന്നിട്ട് 6 ആകുമ്പോഴാണ് തിരിച്ചു വരിക. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പാടവും പിന്നെ ആ ഞാറ് നട്ടതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ വെളിച്ചത്തിൽ കാണുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു വയലുണ്ട്, അവിടെ കംപ്ലീറ്റ് മഞ്ഞാണ് ഉണ്ടാവല്. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇരുന്നിട്ട് പോലുമില്ല കേട്ടോ. എവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കലൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. എന്ന് മദ്രസയും സ്കൂളൊക്കെ ഉള്ളതിനുണ്ട്. അപ്പം അരി അരച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇപ്പോൾ അതാ കുക്കർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പട്ടാണിക്ക് നല്ല വേവ് ഉള്ളതിനോണ്ട് ഇങ്ങനെ കേട്ടോ. ചിലപ്പോൾ പുറത്തായിരിക്കും മസാല കംപ്ലീറ്റ് കറി പോവല്. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാനായിട്ട് കല്ലവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മോൻ്റെ പാൻറ്റും ഷർട്ടും ഒന്ന് സ്ഥിരിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ ഞാൻ അരി അരച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ അരി അരക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. എന്നോട് എന്താണെന്നറിയില്ല, തീരെ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ ഇടാനുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്നാലും ഒരു പെർഫെക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ഉപ്പിട്ടാൽ നമുക്ക് എന്തിനൊരു ടേസ്റ്റ് അധികമാണല്ലോ. അങ്ങനെ പിന്നെ കറി വെച്ച് കൂട്ടുമ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. വലിയൊരു ഉപ്പില്ലാത്ത അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ അതാ ഞാൻ ഇതിൻ്റെ മേലെ 3 വെച്ചിട്ടാണ് കേട്ടോ. ഇതന്നെ നമ്മൾ നല്ല കട്ടിയിൽ വാഴയിലൊക്കെ വെച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ച് ചുട്ടെടുക്കും കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അതിന് നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ചെറുങ്ങനെ ഒരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഈ ഒരു പിന്നെ എൻ്റെ അടുക്കളയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്താണെന്നറിയോ, അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര കുറേ കിളികളെ സൗണ്ടൊക്കെ കേട്ടോ. കൊയിലും പിന്നെ പേരറിയാത്ത കുറേ ഇങ്ങനെ നമ്മൾ ആ ഒരു മോർണിംഗിൽ മാത്രം ഉണ്ടാകുന്ന കിളികളില്ലേ. അപ്പോൾ ഭയങ്കര രസമാണ് ഇവരെ കരച്ചിലും ആ ഒരു സൗണ്ടും ഒക്കെ കേൾക്കാനായിട്ട്. എനിക്ക് നല്ലൊരു ഇഷ്ടം. ഞാനും അടുക്കളയിൽ ഒറ്റക്കാന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. എത്ര നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിലും കൂടെ ആൾക്കാരുള്ള പോലെയാണ് തോന്നൽ. അങ്ങനെ മോനിക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഒരു മദ്രസയിൽ പോകാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇരുന്നിങ്ങനെ സംസാരിച്ചാണ്. നല്ല പിന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം ഒന്ന് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കുറേ ഒരു 10 കൊല്ലം ബാക്കോട്ട് ഇങ്ങനെ ചിന്തിക്കട്ടോ. ഞാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടീൻ്റെ ഉസ്താദായിരുന്നു. മടി കണ്ടുപിടിച്ച് ഞാനാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു ഞാൻ കല്യാണത്തിൻ്റെ മക്കളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുൻപ് വരെ. പക്ഷേ ഇപ്പം സ്വന്തം വീടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് എന്താ പറയുക, ഞാൻ പോലും വിചാരിച്ചില്ല എങ്ങനെയൊക്കെ ഞാൻ മാറും എന്നുള്ളത്.